ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. കാരണം ജൂബമോള് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കില്ല, നേരെ ബീച്ചിലേക്ക് വിട്ട്. ബീച്ചിൻ്റെ സൈഡ് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് നമ്മൾ മുഗദാർ സൈഡിലേക്കാണ് കേട്ടോ പോയത്. കാരണം അവിടെ റാലി കാര്യങ്ങളൊക്കെ ഉണ്ടേനി. പിന്നെ ബീച്ച് പോയാൽ അറിയാലോ, പാർക്ക് ചെയ്യാനൊരു സ്ഥലം പോലും കിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ മുഗദാർ സൈഡിൽ എത്തിയിട്ട് ആദ്യം വാങ്ങിയത് സ്വീറ്റ് കോണാണ് കേട്ടോ. കാരണം ബീച്ച് പോയാൽ ഒരു സ്വീറ്റ് കോൺ അതൊക്കെ നിർബന്ധമാണ്. ആ വണ്ടി തിരഞ്ഞു പിടിച്ച് ഞാൻ പോയിട്ട് വാങ്ങും. അപ്പോൾ ബട്ടർ സ്വീറ്റ് കോണും ചാട്ട് മസാലയും മിക്സഡും നമ്മൾ വാങ്ങിയിട്ടുണ്ടേനി. പിന്നെ നമ്മളിങ്ങനെ നടന്നപ്പം ഒരു കൂന്തൽ നിറച്ചതും പിന്നെ അൽഫാം കാടമുട്ട മസാല എന്നിട്ടൊരു സ്പെഷ്യൽ ആടെ കണ്ടപ്പോൾ അതും വാങ്ങിയിട്ടോ. കൂന്തൽ നിറച്ചത് ഒരു രക്ഷയില്ലേന് കേട്ടോ ഗൈസ്, അടിപൊളിയാണ്. കാരണം ഇതിന് മുന്നൊരു സ്ഥലത്ത് നിന്ന് കഴിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിന് 90 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലും അതെനിക്ക് വേർത്തായിട്ട് തോന്നിയിട്ടു. നല്ല മസാലയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അൽഫാം കാടമുട്ട മസാല ഒരു വെറൈറ്റിയാണ്. കാരണം നമ്മളധികം ഒന്നും കഴിക്കാത്തൊരു സാധനമാണ്. കുറച്ച് സ്ത്രീകൾ നടത്തുന്ന ഒരു കടയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇളന്തപ്പഴം ഉപ്പിലിട്ടതാണ് കേട്ടോ വാങ്ങിയത്. ഇളന്തപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത്താത്തനോട് ആയോ എന്ന് ചോദിച്ചപ്പോൾ അത്താത്ത പറഞ്ഞാൽ നന്നായിട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഇപ്പോൾ അവിടുന്ന് ചെരണ്ടീസൊക്കെ വാങ്ങിയിട്ടുണ്ടേനി. ഇളന്തപ്പഴം നല്ല സുർക്കൊക്കെ പിടിച്ചിട്ട് അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ നമ്മളൊരു കൂന്തൽ നിറച്ചും പടി വാങ്ങിയിട്ട് ആ പെട്ടിയിൽ ആ കടയിൽ ആകെ 2 കൂന്തൽ നിറച്ചതുള്ളതിന് 2 നമ്മൾ തന്നെ വാങ്ങി. ഇനി ആരോ വന്ന് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കേടാ ബൈഡാ.